താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വാക്കിലൂടെ എന്നോട് ഇടപെടുവാനായി തുടങ്ങി. വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ ധ്യാനിച്ചു കൊണ്ടിരുന്ന എഹെസ്കേൽ പ്രവാചക പുസ്തകത്തിലെ ഒരു വാക്കിലൂടെ ഞാൻ ആ വാക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾക്ക് ആ വാക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നൽകണം. ആ വാക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ആ വാക്കിൻ്റെ അക്ഷരീകമായ നിവർത്തി വെളിപ്പെടും. അതെ, ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് നൽകുന്ന ആ വാക്ക് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ആ വാക്കിൻ്റെ അക്ഷരീകമായ നിവർത്തി ഇന്ന് വെളിപ്പെടുവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആകാംക്ഷയായി, ഏതാണ് ആ വാക്ക്? ആ വാക്കിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. അത് തന്നെ ആ വാക്ക്, എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഇന്ന് ദൈവം നിവർന്ന് നിൽക്കുമാറാക്കും. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എന്നെ കർത്താവ് ഇന്ന് നിവർന്ന് നിൽക്കുമാറാക്കും. തല നിവർന്ന് നിൽക്കുമാറാക്കും. എവിടെയാണ്? ചൂളി, നാണം കെട്ട്, ചമ്മി, തല കുനിഞ്ഞു പോയ അതേ സ്ഥാനത്ത്, നിങ്ങളായിരിക്കുന്ന അതേ സ്ഥാനത്ത്. അങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ ലോകം നിങ്ങളെ കാണുന്നത്. നിവർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല. എന്തിന് നിവർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിനേക്കാളുപരി ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുവാനേ കഴിയുന്നില്ല. വല്ലാത്ത സങ്കടമല്ലേ? വീണുപോയി. കാരണം പലതായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളുടെ വീഴ്ചയ്ക്കും അതേ തുടർന്ന് നിവർന്ന് നിൽക്കുവാനും കഴിയാത്ത സ്ഥിതി സംജാതമാക്കിയത്. അല്ലെങ്കിൽ പിശാചും അവൻ്റെ പ്രവൃത്തികളുമാകാം, അതുമല്ലെങ്കിൽ പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പരിമിതികളാകാം. സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും, നിങ്ങളുടെ പരിമിതി എത്ര തന്നെ പരിതാപകരമായ അവസ്ഥയിൽ ആയിരുന്നാലും കേൾക്കണമേ, നിങ്ങൾ ആയിരിക്കുന്ന ആ വീണുപോയ സ്ഥാനത്തു നിന്ന് നിങ്ങൾ എഴുന്നേൽപ്പിച്ച് എൻ്റെ ദൈവം നിവർത്തി നിർത്തുമാറാക്കും. ഓ താങ്ക് ഗോഡ്. ആ വീഴ്ചയ്ക്ക് കാരണമായ ആ ഇല്ലായ്മയെ, സ്തോത്രം, തലകുനിക്കുവാൻ കാരണം ചില ഇല്ലായ്മകളാണ്. ആ ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുത്തി ദൈവം നിങ്ങളുടെ തല നിവർത്തുമാറാക്കും. ആ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം നൽകി, വരുമാനമില്ലായ്മയ്ക്ക് പരിഹാരം നൽകി, ജോലി ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത ആ അവസ്ഥയ്ക്ക് പരിഹാരം വരുത്തി അവിടെ നിങ്ങളെ കർത്താവ് തല നിവർത്തി നിർത്തുമാറാക്കും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സഹോദര സഹോദരി, നീണ്ട നാളുകളായി ജോലി സ്ഥലത്താണ്, പക്ഷേ നല്ലവണ്ണം ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല. നീ അധ്വാനിക്കുന്നതിന് ഒത്തവണ്ണമുള്ളത് നിന്റെ കരങ്ങളിൽ ലഭിക്കുന്നില്ല. നിന്റെ കരങ്ങളിൽ ലഭിക്കുന്നത് കൊണ്ട് നിന്റെ കുടുംബത്തിന് സന്തോഷമായി മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നിന്റെ കരങ്ങളിലേക്ക് വരുന്ന ആ നല്ല നാളുകൾ. എന്നാൽ അത് സംഭവിക്കുന്നില്ല. ഓരോ ദിവസങ്ങളിലും നിനക്ക് കിട്ടേണ്ടത് ചോദിച്ചു വാങ്ങുവാൻ കഴിയാതെ നീ തലകുനിഞ്ഞായിരിക്കുന്നു. കൊടുക്കേണ്ടവർക്ക് കൊടുക്കുവാൻ കഴിയാതെ അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ തലകുനിഞ്ഞായിരിക്കുന്നു. അയ്യോ, എത്ര പരിതാപകരമായ അവസ്ഥ അല്ലേ? നിങ്ങൾക്ക് കിട്ടുവാനുണ്ട്, പക്ഷേ അത് കിട്ടുന്നില്ല. അവിടെയും തലകുനിയേണ്ടി വരുന്നു. അവരുടെ പരുഷ വാക്കുകൾ, തരേണ്ടവർ നിങ്ങളോട്, നിങ്ങൾക്ക് തരേണ്ടവർ, നിങ്ങൾക്ക് കടക്കാരായവർ നിങ്ങളോട് പരുഷ വാക്കുകൾ പറയുന്നു. ആ വാക്കുകൾ കേട്ട് നിങ്ങൾ തലകുനിച്ചു ഭവനത്തിലേക്ക് വരുന്നു. നിങ്ങൾ കൊടുക്കുവാനുള്ളവരും അതുപോലെ തന്നെ പരുഷ വാക്കുകൾ പറയുന്നു. നിങ്ങൾ അപമാനിക്കുന്നു, നിന്ദിക്കുന്നു. നിങ്ങൾ കേൾക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തത് നിങ്ങളെ കേൾപ്പിക്കുന്നു. തലകുനിഞ്ഞു പോകുന്നു. ആ അവസ്ഥയിലായിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ കർത്താവ് നിവർത്തി നിർത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട, നിങ്ങളുടെ ഇന്നത്തെ ഇല്ലായ്മയ്ക്ക് കാരണമായി തീർന്ന ആ
ശൂന്യതയെ കർത്താവ് മാറ്റുക, വരുമാനം തരിക. യേശുവിൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് നിന്ന് നിനക്ക് ലഭിക്കേണ്ട നന്മ ലഭിക്കുക, നിന്റെ അവകാശങ്ങൾ ലഭിക്കുക, വർഷങ്ങളായുള്ള നിന്റെ അധ്വാനത്തിന് ലഭിക്കേണ്ടത് ആ ആനുകൂല്യങ്ങൾ നിന്റെ കരങ്ങളിൽ ലഭിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. തൊഴിലില്ലായ്മയെന്ന പലരോടും പ്രതിവാദം പറയുവാൻ കഴിയാത്ത വിധത്തിൽ തല കുനിച്ചായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. വിശ്വസിക്കുന്നവർ തല നിവർന്ന് നിന്ന് നിങ്ങളുടെ തൊഴിലിനെ കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ ഒത്തിരി പേരോട് സാക്ഷ്യം പറയുവാൻ പോകുക. നിങ്ങളുടെ തലയെ കർത്താവ് നിവർത്തി നിർത്തുമാറാക്കും. ആ സന്തോഷത്തിൽ ഒരു സഹോദരി പറയുകയാണ്, 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, ദൈവം എൻ്റെ കൊമ്പുയർത്തി. സ്തോത്രം. ആരാണ് ആ സഹോദരി? നിങ്ങളിൽ ഏറെ പേർക്ക് മനസ്സിലായി കാണും. ഹന്ന എന്നാണ് ആ സഹോദരിയുടെ പേര്. ശമൂവേലിന്റെ അമ്മയാണ്, ശമൂവേൽ പ്രവാചകന്റെ അമ്മയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ദൈവദാസനെ ഇതെന്ത് സ്ത്രീ, വല്ല വിചിത്ര സ്ത്രീയുമാണോ? തലയിൽ കൊമ്പോടെയൊക്കെ അല്ലെന്നേ, നിവർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ അഭിമാനത്തോടെ തല നിവർത്തി തൻ്റെ പ്രതിയോഗിയുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞ സന്തോഷത്തെ വർണ്ണിക്കുകയാണ്. ദൈവം എൻ്റെ കൊമ്പുയർത്തി. താങ്ക് ഗോഡ്. ചിലർ അഭിമാനത്തോടെ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ അഭിമാനത്തോടെ പറയുവാൻ പോകുക, ദൈവം എൻ്റെ കൊമ്പുയർത്തി, മീൻസ് എന്നെ നിവർത്തി നിർത്തുമാറാക്കി. സഹോദരി, നിന്റെ ഉദരത്തിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് ഉദരഫലം നൽകി. മക്കളില്ലാത്തത് മുഖാന്തരം നീ അനുഭവിക്കുന്ന നിന്ദയിൽ നിന്നും ചൂഷണത്തിൽ നിന്നും നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, നിന്ന ശരിയാണ്, ഞാൻ തലകുനിഞ്ഞവളായി പലരുടെയും പരുഷ വാക്കുകൾ കേട്ട്, കഠിന വാക്കുകൾ കേട്ട് ഹൃദയം മുറിപ്പെട്ട് ചോര വാർന്ന് ഞാനായിരിക്കുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ ചൂഷണം, അതേ ചൂഷണം, നിങ്ങൾക്ക് മക്കളില്ല എങ്കിൽ, മക്കളില്ലാത്ത ഒത്തിരി സഹോദരി സഹോദരന്മാർ വേദനയോടെ പറയുന്ന കാര്യമാണ്. അതേ, ഞങ്ങളുടെ നന്മകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, അവർ നടത്തുന്ന ചില സൂത്രപ്പണികൾ, അത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു ഉദരഫലമുണ്ടായിരുന്നുവെങ്കിൽ, ഞങ്ങളിൽ നിന്ന് ഒരുത്തൻ ജനിച്ചിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഈ വേദന അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഞങ്ങളുടെ അധ്വാന ഫലം, ഞങ്ങളുടെ പേര് മറ്റൊരാളുടേതായി മാറുവാൻ പോകുന്നു. ഇതേ വെപ്രാളം വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഒരു ഭക്തനിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഭക്തന്റെ പേര് ആബ്രഹാം എന്ന് തന്നെ. ആബ്രഹാം ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, എൻ്റെ അവകാശിയായി എൻ്റെ രക്തത്തിൽ ജനിക്കാത്ത മറ്റൊരുത്തൻ കടന്നു വരുമല്ലോ, നീ ഇത് കാണുന്നില്ലേ? ഇതാണോ നീ എനിക്ക് നൽകാമെന്ന് പറഞ്ഞത്? ദൈവം പറയുന്നു, അല്ല ആബ്രഹാമേ, നിന്നിൽ നിന്ന് സാറയുടെ ഉദരത്തിൽ ഒരു ജീവൻ ഉത്ഭവിക്കും, നിന്റെ സന്തതി. താങ്ക് ഗോഡ്. നിന്റെ സന്തതി. സഹോദര, നിനക്കൊരു സന്തതി നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ അതങ്ങനെ സംഭവിക്കുക. ആ ഇല്ലായ്മയെ കർത്താവ് പരിഹരിക്കുക. മറ്റു ചിലർ പറയുന്നുണ്ട്, ഉണ്ട് ദൈവദാസനെ, പക്ഷേ ഇല്ലാത്തതിനുപ്പമാണ്. പലരും വേദനയോടെ നിലവിളിക്കുന്നുണ്ട് ഭവനങ്ങൾക്കകത്ത്. മക്കൾ എന്ന് പറഞ്ഞ് ജീവനെ നൽകുന്ന മാതാപിതാക്കൾ നിലവിളിക്കുന്നുണ്ട്, അയ്യോ, ഇങ്ങനെ ഒരു ശപിക്കപ്പെട്ട നശിച്ച ജീവിതം, ഇങ്ങനെ ഒരു നശിച്ച ജീവൻ എൻ്റെ ഉദരത്തിൽ ജനിച്ചുവല്ലോ. മക്കളെക്കുറിച്ചാ അത്രമാത്രം അവർ ബാധിക്കപ്പെട്ടിരിക്കുന്നു. പിശാചിനാൽ അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മാതാവ് ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ച് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത് ഞാൻ ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നുണ്ട്. ദൈവദാസനെ, എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ അടിവയറ്റിൽ നിന്നൊരു തീ ഉരുണ്ട് കയറുകയാ. എനിക്കറിയത്തില്ല, പലപ്പോഴും കറിക്കരിയുന്ന കത്തി കയ്യിലിരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഉദരത്തെ കുത്തി കീറണം. അത്രമാത്രം എൻ്റെ തലമുറ നശിച്ചവനായിരിക്കുന്നു. മദ്യത്തിൻ്റെ മണമില്ലാതെ അവനെ കാണുവാൻ കഴിയുന്നില്ല. അവൻ എന്നെ ഉപദ്രവിക്കുന്നു, ഞാനത് സഹിക്കുന്നു. എൻ്റെ ഭർത്താവിനെ, അവന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചവനെ പോലും അവൻ ഉപദ്രവിക്കുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊള്ളരുതാത്തവനായി അവൻ തീർന്നിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും മോശം കൂട്ടുകെട്ടുകളും പോലീസ് കേസുകളും, അയ്യോ, ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ മക്കളെക്കുറിച്ച് പ്രതീക്ഷിച്ചതും സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ഇതൊന്നുമല്ല. അവർ ഞങ്ങൾക്ക് തണലാകും,
അവനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പലരുടെ മുമ്പിൽ പറയുവാൻ കഴിയും. ഇന്നലകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത നല്ല വിദ്യാഭ്യാസം അവന് കൊടുക്കുവാൻ വേണ്ടി നല്ലൊരു സ്കൂളിൽ ചേർത്തിട്ട് ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് അവനെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ അഭിമാനത്തോടെ ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് തലകുനിഞ്ഞ് അവനെക്കുറിച്ച് ചോദിക്കുന്നവരുടെ മുമ്പിൽ തലകുനിഞ്ഞ് ഞങ്ങളായിരിക്കുന്നു. അത് വേദനയോടെ പറയുക, എന്തിനാ ഇങ്ങനെ ഞാൻ ജീവിക്കുന്നത്? ദേവദാസനെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തരുമോ? ഒന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ ഒരമ്മയുടെ വേദന തുടർന്നുള്ള വാക്കുകൾ പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, മാതാവേ, നിന്റെ തലമുറ മുഖാന്തരം നീ തല കുനിക്കപ്പെട്ടത് സത്യമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന നിന്റെ ദൈവത്തിന് നീ തല കുനിക്കുമാറായ സ്ഥാനത്തൊക്കെയും നിന്റെ തല നിവർത്തുവാൻ കഴിയും, നിന്നെ നിവർത്തി നിർത്തുവാൻ കഴിയും. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആ സഹോദരൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്ത് നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ആ മാതാവ് അഭിമാനത്തോടെ തന്നെ ആ മകനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മാതാവ് വിളിച്ചു പറഞ്ഞ സാക്ഷ്യത്തിലെ വചനം, അതേ ശമൂവേൽ പ്രവാചകന്റെ അമ്മ പറഞ്ഞ സാക്ഷ്യവുമായി ഒത്തുവന്നു. ആ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവ് എൻ്റെ കൊമ്പുയർത്തി. ഇന്നും വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് അതാണ്. അതിനുശേഷമോ പല പല വിഷയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. മകനെ ചൊല്ലിയല്ല കേട്ടോ, നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ അവർ ആദ്യം പറയുന്നത്, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം, നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ ലോകം പറഞ്ഞ് എൻ്റെ മകനെ എനിക്ക് തിരികെ നൽകി എൻ്റെ കൊമ്പുയർത്തിയ ദൈവം. ദൈവദാസനെ, ആ സന്തോഷം, അതേ നിങ്ങളെ കർത്താവ് നിവർത്തി നിർത്തുവാൻ പോകുക. സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ ഭാര്യയായി തന്നെ എൻ്റെ കർത്താവ് നിന്നെ നിവർത്തി നിർത്തും. ഒറ്റയ്ക്കായി വീണുപോയ ആ സ്ഥാനത്തു നിന്ന് ഭർത്താവ് ഒപ്പമില്ലാത്തത് കൊണ്ട്, അവൻ്റെ സ്നേഹകര പരിപാലനങ്ങൾ അനുഭവിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറാത്തത് കൊണ്ട്, നീ വീണുപോയ ആ സ്ഥാനത്ത് നീ തീർന്നു പോകുമെന്ന് ലോകം പറയുമ്പോൾ, അതെ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നീ കാത്തിരിക്കുമ്പോൾ, നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അവൻ നിന്നെ നിവർത്തി നിർത്തുമാറാക്കും. നിന്റെ ഭർത്താവിനൊപ്പം എൻ്റെ കർത്താവ് നിന്നെ നിവർത്തി നിർത്തുമാറാക്കും. സഹോദര, നിന്റെ ഭാര്യയ്ക്കൊപ്പം എൻ്റെ കർത്താവ് നിന്നെ നിവർത്തി നിർത്തുമാറാക്കും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ കുടുംബ ജീവിതത്തെ, തകർന്നു പോയിരിക്കുന്ന നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നിവർത്തി നിർത്തി. ആ കുടുംബ ജീവിതത്തെ തകർത്ത് കളയുന്നത് മദ്യമായിരിക്കാം, മയക്കുമരുന്നിൻ്റെ ഉപയോഗമായിരിക്കാം, ലഹരിയുടെ ഉപയോഗങ്ങളായിരിക്കാം, മറ്റു ബന്ധങ്ങളായിരിക്കാം, റിലേഷൻസ് ആയിരിക്കാം. അതെന്ത് തന്നെയായിരുന്നാലും കേൾക്കണമേ, കർത്താവ് നിങ്ങളെ നിവർത്തി നിർത്തും. സ്തോത്രം. അവിടെ നിന്ന് അവളെ കൊണ്ടുവന്ന്, അവർ പെട്ടുപോയ വീണുപോയ സ്ഥാനത്ത് നിന്ന് അവരെ കൊണ്ടുവന്ന് നിങ്ങളെ നിവർത്തി നിർത്തുമാറാക്കും. അതേന്നെ, ആ പരാജയത്തെ ജയമാക്കി മക്കൾക്ക് നല്ല തൊഴിൽ നൽകി അനുഗ്രഹിച്ച് നിങ്ങളെ നിവർത്തി നിർത്തുമാറാക്കും. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഉയർപ്പിച്ച് നിവർത്തി നിർത്തുമാറാക്കിയ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീണുപോയ ആത്മീയ ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ വീണ്ടും നിവർത്തി നിർത്തും. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. എൻ്റെ വീഴ്ചയുടെ അടിസ്ഥാനം അതാണ്. ദൈവദാസനെ, നിങ്ങൾക്കതറിയാം. വിശ്വസിക്കുന്നുവോ? പ്രാർത്ഥിക്ക്. കർത്താവ് പ്രാർത്ഥന എന്ന കൂടാരത്തെ നിവർത്തും. ഓ സ്തോത്രം, ആമേൻ. അപ്പോ നിവർത്തി നിർത്തും. എങ്ങനെ? ഈ അവസ്ഥയിൽ, ഈ സാഹചര്യത്തിൽ എങ്ങനെ നിവർന്ന് നിൽക്കുവാൻ കഴിയും? അതേ വാക്യത്തിൽ തന്നെ വ്യക്തമായ ഉത്തരമുണ്ട്. എന്താണ്? അവൻ എന്നോട് സംസാരിച്ചപ്പോൾ എപ്പോഴാണ്, എങ്ങനെയാണ് നിങ്ങൾ നിവർന്ന് നിൽക്കുവാൻ പോകുന്നത്? ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് സാധ്യത? ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ അക്ഷരികമായി നിറവേറുവാൻ. അങ്ങനെയാണല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതും നിങ്ങൾ കേട്ടതും അക്ഷരികമായി അത് നിറവേറുവാൻ, നിങ്ങൾ നിവർന്ന് നിൽക്കുവാൻ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അതെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഈ മെസ്സേജുമായിട്ട്
ചേർന്ന് നിൽക്കുന്നത് അല്ല എങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട്, ഇന്ന് എന്നെ കേൾക്കുവാനായി നിങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം പറയാതിരിക്കുവാൻ കഴിയുന്നില്ല. എന്ത് കേൾക്കണം? ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മേൽ വരുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, ആത്മാവിൻ്റെ ഫലങ്ങളായ ദീർഘക്ഷമയുണ്ടാകും, സ്നേഹമുണ്ടാകും. ബാക്കി വായിച്ചു നോക്കിയാൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ജഡത്തിൻ്റെ ഫലവും 21-22 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലവും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ മേൽ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ മേൽ വരുന്നതെങ്കിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടായി തുടർന്ന് നിങ്ങൾ നിവർന്ന് നിൽക്കും. താങ്ക് ഗോഡ്. മീൻസ് ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തു വരും. ആത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തു വരാതെ ആത്മാവ് നിങ്ങളെ നിവർത്തി നിർത്തത്തില്ല. ശ്രദ്ധിക്കുക. എന്തുകൊണ്ടിത് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ കാരണം ഇതാണ്: ആത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്തു വരാതെ ആത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ നിവർത്തിക്കപ്പെടത്തേയില്ല. ആത്മാവ് നിങ്ങളിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന്, നിങ്ങളുടെ തന്നെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആ ആത്മാവിനാൽ നിങ്ങൾ നിവർന്ന് നിൽക്കും. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിങ്ങളുടെ തല നിവരും. എപ്പോഴാണ്? ആരാണ് നിന്ദിച്ചത്? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ. നിങ്ങളിൽ ചിലത് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ നിന്ദിച്ചു, നിങ്ങളെ അപമാനിച്ചു. അവർ നോക്കി പലതും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ല. നോക്കൂ, ഒന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 17-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാർ ഒരു സഹോദരനെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. ആ സഹോദരൻ്റെ പേര് ദാവീദ് എന്നാണ്. ദാവീദ് സഹോദരന്മാർ യുദ്ധം ചെയ്ത് പേടിച്ചൊളിച്ചിരിക്കുന്ന യുദ്ധമുഖത്തേക്ക് കടന്നു വരുന്നു. ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ അവരുടെ ഭയപ്പാടിന് കാരണം ഗോലിയാത്ത് എന്ന അതികായൻ മല്ലൻ യുദ്ധം ചെയ്യുവാൻ വരുന്നു. ആ മല്ലനെ കണ്ട് പേടിച്ചൊളിച്ചിരിക്കുന്നവന്മാർ ആ യുദ്ധമുഖത്ത് കടന്നു വരുന്ന ദാവീദിനെ പരിഹസിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. അവരുടെ കണ്ണിൽ ദാവീദ് ആടുകളെ മേയിച്ച് നടക്കുവാൻ ഉള്ളവനാണ്, അവൻ അതിനേ കഴിവുള്ളൂ. പലരും അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് അത്രയൊക്കെ പറ്റത്തുള്ളൂ, അതിലപ്പുറമൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല. അല്ലേ സഹോദര? നിനക്ക് ആ ചെറിയൊരു ജോലി അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി മുട്ടി നീ ജീവിച്ചു പോയാൽ മതി. സഹോദരി, അതല്ലേ പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി. ലോകം മാത്രമല്ല, പലരും ആത്മീയ ഗോളത്തിൽ നിൽക്കുന്നവർ പോലും പറയുന്നത് അങ്ങനെയാണ്. ആമേൻ. എല്ലാം ഉള്ളവർ, എല്ലാം തികഞ്ഞവർ, വീട്, പേര്, പെരുമ, വാഹനങ്ങൾ, വിദേശങ്ങളിൽ പഠിക്കുന്ന മക്കൾ, ഇതെല്ലാം ഉള്ളവർ നെളിഞ്ഞു നിന്ന് പറയും, കഞ്ഞിയും ചമ്മന്തിയും കുറിച്ച് നിങ്ങളങ്ങ് ജീവിച്ചോളണം, എങ്കിലേ സ്വർഗരാജ്യം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ പറയുന്ന മഹാന്മാരോട് ചോദിക്കുവാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, ദേവദാസനെ ഞങ്ങൾക്ക് മാത്രം സ്വർഗം മതിയോ? ആ ഉള്ളത് കുറച്ച് ഇങ്ങ് തന്നിട്ട് നിങ്ങൾക്കും സ്വർഗത്തിൽ പോയിക്കൂടെ എന്ന് നിങ്ങൾ എന്ന് ചോദിക്കുമോ, അന്ന് വരെ ഈ ഉടായ്പ് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. എല്ലാം ഉള്ളവൻ്റെ ഒരു ഡയലോഗാ. ആമേൻ. ഇതൊക്കെ തന്നെ ഇങ്ങനൊക്കെ നീ ജീവിച്ചാൽ മതി, നിനക്ക് സ്വർഗത്തിൽ വലിയത് കിട്ടും. പാവം, അവർക്ക് വലിയത് വേണ്ടേ? എന്തൊരു എളിമയല്ലേ സ്വർഗത്തിലെ വലിയതൊന്നും വേണ്ടാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ. ഓക്കെ, അവരങ്ങനെ തന്നെ ജീവിച്ചോട്ടെ. അപ്പോൾ അങ്ങനെ നീ ഒന്നും ആകരുത്, നീ ഇങ്ങനെയൊക്കെ മതി, ഇത്രയ്ക്കൊക്കെ ഉള്ളതേ നിന്നിലുള്ളൂ എന്ന് പറയുന്ന ഒത്തിരി പേർ. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിൽ എന്നും പ്രശ്നം, അതേക്കുറിച്ച് നീ പരാതി പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്ന അതാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് കുടുംബജീവിതം. വൈകി വരുന്ന ഭർത്താവ്, മദ്യപിച്ച് വരുന്ന ഭർത്താവ്, കുനിച്ചു നിർത്തി കൂമ്പിനടിക്കുന്ന ഭർത്താവ്, മറ്റുള്ളവരുമായി ഫോണിൽ സംസാരിക്കുന്ന ഭർത്താവ്, നീ അനുഭവിക്കേണ്ട നന്മകളും സന്തോഷവും എല്ലാം കൊണ്ട് മറ്റാർക്കെങ്കിലും കൊടുക്കുന്ന ഭർത്താവ്, ലോകത്തോട് പരാതി പറഞ്ഞാൽ ലോകം പറയും ഇങ്ങനെ തന്നെയാണ്, അഡ്ജസ്റ്റ് ചെയ്യും. നിനക്കിത്രയൊക്കെ ആരാണ് പറയുന്നത്? സന്തോഷത്തോടെ ജീവിക്കുന്നവർ. അയ്യോ, നിനക്കിത്രയൊക്കെയോ? നിങ്ങൾ മക്കളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പലരോടും സഹായം ചോദിക്കുമ്പോൾ അവർ പറയും
ഇത്ര ബുദ്ധിമുട്ടുന്നത് എന്തിനാ? അവിടെ പഠിച്ചാൽ മതി, നിന്റെ മക്കൾ അവിടെ പഠിച്ചാൽ മതി, നിന്റെ മക്കൾ ആ നിലയിലൊക്കെ ആയാൽ മതി. അതിലപ്പുറമൊന്നും അവർ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അതിലപ്പുറം അവർ ആഗ്രഹിക്കുന്നത് ശരിയാണോ? ഇത്രയൊക്കെ മതി, നീ ഇങ്ങനെയൊക്കെ ശുശ്രൂഷിച്ചാൽ മതി, ഇതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങളൊന്നും നീ ആഗ്രഹിക്കരുത്, നിന്റെ ബിസിനസ് അങ്ങനെയൊക്കെ പോയാൽ മതി, ഇത്രയൊക്കെ മതി. എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ കൂടുതൽ അതേക്കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? അത്രയും മതി എന്ന് പറഞ്ഞ് ഒതുക്കിക്കൂട്ടുന്നവർ. എന്നാൽ കേൾക്കണമേ, അവിധത്തിൽ ഒതുക്കിക്കൂട്ടുന്നവർ ഒരു ശബ്ദം കേൾക്കുകയാണ്, യുദ്ധമുഖത്തു നിന്നുള്ള ശബ്ദം. ദാവീദിന് മുമ്പിൽ ഗോലിയാത്ത് വീണു, ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തി. ആ ശബ്ദം അവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. അവരുടെ കർണപുടങ്ങളെ തുളച്ചുകൊണ്ട് ആ ശബ്ദം പിന്നെയും പിന്നെയും അന്തപുരത്തിലെ സ്ത്രീകളിൽ നിന്ന് പോലും ഉയരുന്നു. എന്താണ്? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഈ സഹോദരന്മാരുടെ രാജാവിന് 1000 കൊല്ലുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ സഹോദരന്മാരുടെ കുറ്റപ്പെടുത്തലിനും പരിഹാസത്തിനും പാത്രമായി തീർന്ന കുഞ്ഞു സഹോദരന് 10,000 കൊല്ലുവാൻ ശക്തി ദൈവം നൽകി. ആത്മാവ് ദാവീദിന് മേൽ വന്നപ്പോൾ ദാവീദ് നിന്ദിച്ച, ഒറ്റപ്പെടുത്തിയ, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ സഹോദരന്മാരെക്കാൾ വലിയവനായി മാറി. എന്തിന്? ആ സഹോദരന്മാരുടെ രാജാവിനേക്കാൾ ശ്രേഷ്ഠനായി മാറി. എവിടെയൊക്കെ, ആരുടെയൊക്കെ മുമ്പിൽ? ഇത്രേ ഉള്ളൂ, ഇതിലപ്പുറം ഇല്ല എന്ന വാക്ക് കേട്ട് നീ ഒതുക്കി മാറ്റി നിർത്തപ്പെട്ടുവോ, അവിടെയൊക്കെ നിന്റെ തല നിവർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ വചനം കേൾക്കുന്നത് കൊണ്ട് നിന്റെ മേൽ വരും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കും. നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കും. അതേ ശത്രുക്കൾ കൂടെ നിന്ദിക്കുന്നുണ്ട്. ഫെലിസ്ത്യൻ ഗോലിയാത്തിന്റെ വാക്കുകൾ കേട്ട് ഫെലിസ്ത്യർ ആർത്തിച്ചിരിക്കുകയാണ്. ഗോലിയാത്ത് അല്ലറി വിളിച്ച് പരിഹസിക്കുകയാണ്. ഒരു കയ്യിൽ വടിയുമായി വരുവാൻ ഞാനെന്താണ്, നായയാണോ? ഇന്ന് നിന്നെ ഞാൻ വെല്ലുവിളിക്കുക. ആ ജോലി സ്ഥലത്ത് സഹോദര സഹോദരി, ശത്രു വെല്ലുവിളിക്കുക. നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി കാണാം, എത്ര നാൾ എന്നോട് എതിർത്ത്, ഞങ്ങളോട് എതിർത്ത് നീ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് കാണാം എന്ന് വെല്ലുവിളിക്കുന്നവർ. ആ സ്കൂളിൽ, കോളേജിൽ വെല്ലുവിളിയാണ്. സമ്മതിക്കത്തില്ല, അങ്ങനെ നിൽക്കുവാനും പഠിച്ചു മുൻപോട്ട് പോകുവാനും സമ്മതിക്കത്തില്ല. വെല്ലുവിളിയാണ്, വെല്ലുവിളി കാണാം. പരിമിതിയാണ് കാരണം. ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാകുന്നു? പരിമിതി. അത്ര പറയത്തക്കതൊന്നും ഇല്ലെന്നേ. അങ്ങനെ വലിയ സർട്ടിഫിക്കറ്റോ വലിയ സംഭവങ്ങളോ ഒന്നും മക്കളുടെ കയ്യിലില്ല. അതുകൊണ്ട് അറിയാം, എങ്കിലും നമുക്കും ജീവിക്കണ്ടേ. അത്ര വലിയ ക്വാളിഫിക്കേഷനൊന്നും ഇല്ല. രാജ്യത്ത് ചെന്ന് പറ്റി ജീവിക്കണം അല്ലേ? അത്ര വലിയ ഭൂലോക രംഭയൊന്നും അല്ല. എങ്കിലും എനിക്ക് ജീവിക്കണ്ടേ എൻ്റെ ഭർത്താവിനൊപ്പം അല്ലേ? ജീവിച്ചു പോയില്ലേ? ജനിച്ചു പോയില്ലേ? എനിക്കും ആരോഗ്യത്തോടെ നടക്കണ്ടേ? എനിക്കും അവിടെ കഷ്ടപ്പെടം ചെയ്ത് ജീവിക്കണ്ടേ? എൻ്റെ ബിസിനസ്സും അനുഗ്രഹിക്കപ്പെടണ്ടേ? എൻ്റെ കുടുംബത്തിനും ആത്മീയമായി മുന്നേറണ്ടേ? എനിക്കും എൻ്റെ കുടുംബത്തിനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണ്ടേ? ശുശ്രൂഷ ചെയ്യണ്ടേ? അല്ലേ? പരിമിതികളുണ്ട്, അറിയാം. എങ്കിലും അതെ, പരിമിതിയുണ്ട്. ഗോലിയാത്ത് നോക്കുമ്പോൾ ഇവരെ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്ത വിധത്തിൽ ഗോലിയാത്തിന് ഈർഷ്യ വരിക. അവനങ്ങ് ഇപ്പോൾ തേച്ചൊട്ടിച്ച് കളയണം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഗോലിയാത്ത് വരുന്നേ. പക്ഷേ നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം അതേ ആ ചരിത്രം മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ശത്രുവിനെ പിന്നെ കണ്ടില്ല. ഹലോ, കേൾക്കണമേ, ആ ശത്രുവിനെ ദാവീദിന്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് അവൻ പോരാത്തവനാണെന്ന് കണ്ട് യുദ്ധത്തിന് വെല്ലുവിളിച്ചു കടന്നു വന്ന ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് പിന്നെ അവനെ കണ്ടില്ല. നിങ്ങളുടെ ശത്രു, പ്രബലനായ ശത്രു, നിങ്ങളെ കീഴ്പ്പെടുത്തുവാനും തകർക്കുവാനും കഴിവുള്ള പ്രാപ്തിയുള്ള ആ ശത്രുവിനെ പിന്നെ നിങ്ങൾ കാണില്ല. കർത്താവ് നിങ്ങളെ നിവർത്തി നിർത്തുവാൻ പോകുക. ആ ജോലി സ്ഥലത്ത് സഹോദര, യേശുവിനോട് പറയാൻ, നിന്നോട് പറയുവാൻ,
കർത്താവ് നിന്നെ നിവർത്തി നിർത്തുക. സഹോദരി, നിന്നെ കർത്താവ് നിവർത്തി നിർത്തുക. നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, ഇട്ടിട്ട് പോടി, കളഞ്ഞിട്ട് പോടാ എന്ന് പറയുന്ന, നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടി ഒരുങ്ങി വന്നതെന്ന് ചോദിക്കുന്നവർ കാണുകയും അല്ല, ഒരു തിരുത്തുണ്ട്, അത് കാണുവാൻ അവർ കാണത്തില്ല. അവരുടെ വാക്ക് കേട്ട് ചിരിച്ചവർ കാണുകയും കർത്താവ് നിന്നെ ഉയർത്തും, നിന്നെ നിവർത്തി നിർത്തും. ആ ജോലി സ്ഥലത്ത്, ആ രാജ്യത്ത്, ആ സ്ഥാപനത്തിൽ കർത്താവ് നിന്നെ നിവർത്തി നിർത്തുവാൻ പോവുക. ഓ സ്തോത്രം! നീ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനാൽ നിന്റെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കുക. സ്തോത്രം! നീ നിവർന്നു നിൽക്കുവാൻ പോകുക. ജോലിക്കാരനായി ഒത്തിരിയായി പഠനം കഴിഞ്ഞ് ജോലിയില്ലാതെ ഭാരപ്പെട്ട് ഭവനത്തിനകത്തായിരിക്കുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെക്കുറിച്ചാണ്. അവരെ കർത്താവ് നിവർത്തി നിർത്തുവാൻ പോകും. ജോലിക്കാരാക്കി നിവർത്തി നിർത്തുവാൻ പോകുക. തല കുനിഞ്ഞ് മടങ്ങി വരുന്ന മക്കൾ തല നിവർത്തി മടങ്ങി വരുന്നത് നിങ്ങൾ കാണുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്! സഹോദരിയും, നിന്റെ കുടുംബജീവിതത്തിനകത്ത് നീ തല നിവർത്തി നിൽക്കുവാൻ പോകുക. മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിഞ്ഞ് അവർ പറയുന്ന പലതും കേട്ട് ചൂളി നിൽക്കുന്ന അവസ്ഥ മാറുക. നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ പ്രതിവാദം പറയുവാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥ മാറുക. കോടതിക്കകത്ത്, കൗൺസിലറിൻ്റെ അടുക്കൽ, വക്കീലിൻ്റെ അടുക്കൽ തല കുനിച്ച് നിൽക്കുന്ന, ജഡ്ജിയോട് പോലും പറയുവാൻ കഴിയാതെ കുനിഞ്ഞു പോയ നിന്റെ തലയെ ഹന്നായുടെ കൊമ്പുയർത്തിയ ദൈവം ഉയർത്തുക. ഓ താങ്ക് ഗോഡ്! സഹോദര, ഭാര്യ ഇട്ടേച്ചു പോയതുകൊണ്ട് കുനിഞ്ഞു പോയ നിന്റെ തലയെ കർത്താവ് നിവർത്തുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ഭർത്താവ് മടങ്ങി വരിക. കുടുംബജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുക. എല്ലാ താളപ്പിഴകളും, ഓ സ്തോത്രം, മനോഹരമായി ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനം പോലെയായിരുന്നു നിങ്ങളുടെ കുടുംബജീവിതം. ഇന്നത് സ്തോത്രം, ഓ പറയുവാൻ കഴിയാത്ത വിധത്തിൽ അത് കട്ടപ്പുറത്തായി. സ്തോത്രം! നിവർത്തി നിർത്തുക. പ്രാർത്ഥിക്കുക. കുടുംബജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുക. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകുക. ഓ താങ്ക് ഗോഡ്! ഭാര്യയെ ഭർത്താവിനെ മടക്കി വരുത്തി കർത്താവ് ഡിവോഴ്സ് എന്ന ചാപ്റ്ററിനെ അടയ്ക്കുക. കോടതിക്കകത്തുനിന്ന് കണ്ണുനീരോടെ കരഞ്ഞ് രാത്രി കിടക്കെ കണ്ണുനീർ കൊണ്ട് നനച്ചുകൊണ്ട് നീ നിലവിളിക്കുന്നുണ്ട്, കർത്താവേ, എനിക്ക് നരകയാതന കടന്നു വന്നല്ലോ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് കോടതിയിൽ പോയി കരയേണ്ടി വരുന്നത്? സഹോദരി, നിന്നോടാ. നിന്റെ കണ്ണുനീരിന്റെ ദൈവം കാണുന്നുണ്ട്. തല കുനിച്ച സ്ഥാനത്ത് കർത്താവ് നിന്റെ തല നിവർത്തുവാൻ. ഓ ആമേൻ! പ്രാർത്ഥിക്കും മാതാവേ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് പ്രവർത്തിക്കുവാൻ പോവുക. പരാജയപ്പെട്ട് തലകുനിഞ്ഞെടുത്ത്, പിശാചിനാൽ പിടിക്കപ്പെട്ട് തലകുനിഞ്ഞെടുത്ത്, അവരുടെ പരിമിതികൾ മുഖാന്തരം തലകുനിഞ്ഞെടുത്ത്, അവരുടെ പ്രാപ്തിക്കപ്പുറം നൽകി. യെസ് ദൂത, അവരുടെ പ്രാപ്തിക്കപ്പുറം നൽകി. നീ നേടിക്കൊടുത്ത, അവർ നേടിയെടുത്ത അവരുടെ സർട്ടിഫിക്കറ്റിന് അധികം അവരുടെ ജീവിതത്തിൽ നൽകി കർത്താവ് അവരെ മാനിക്കുവാൻ പോകുക. ആ രാജ്യത്ത് കർത്താവ് അവരെ മാനിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്! രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക. വേല സ്ഥലങ്ങൾ അവർക്കായി ഒരുങ്ങപ്പെടുവാൻ. ഓ സ്തോത്രം! യേശുവിൻ നാമത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തെ കെട്ടിക്കളയുന്ന എല്ലാ ബന്ധനങ്ങളും വഴിയാ പ്രാർത്ഥിച്ചോട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കുക. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ കർത്താവ് തുറക്കുക. പഠിച്ചതിലും ഓർത്തെടുക്കുന്നതിലും അധികം പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം ബുദ്ധിയുള്ള മക്കളായി നിങ്ങളുടെ മക്കൾ മാറുക. സ്വന്തം ഭവനങ്ങളിൽ പാർത്ത് വാഹനങ്ങൾ വാങ്ങി, വസ്തുക്കൾ വാങ്ങി. സ്തോത്രം! പ്രാർത്ഥിക്കേ, അതങ്ങനെ സംഭവിക്കുക. ആ കാത്തിരിപ്പിന് അറുതി വരിക. വാടക വിടുന്ന നിരാശ, ആ ശാപം മാറിപ്പോകുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ചിലർ പുറത്തു വരിക. ഒതുക്കി കൂട്ടപ്പെട്ട ചിലർ പുറത്തു വരിക. യെസ്, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കിയ കൃപയ്ക്കായി, ബാധിക്കപ്പെട്ടവരെ വിടുവിച്ച കൃപയ്ക്കായി, വീണുപോയവരെ നിവർത്തി നിർത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലൊരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീണുപോയിടത്തു നിന്ന് കർത്താവ് തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ നിവർത്തി നിർത്തും. അതിനുതകുന്ന ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക് ദൈവം എത്തിക്കും. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ വിശുദ്ധ സഭാരാധന നിങ്ങൾക്കും പങ്കെടുക്കാം. ഒരു ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നില്ല എങ്കിൽ, കടന്നു പോകുവാൻ കഴിയുന്നില്ല എങ്കിൽ, ലോകത്തിൽ എവിടെയായിരുന്നാലും പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായി തന്നെ കടന്നു വരുവാൻ കഴിയുന്ന
ദൂരങ്ങളിലുള്ളവർ കടന്നു വരിക. ഫ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കടന്നു വരിക. ഫ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. ഫ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഫ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.